ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, അവിടുന്ന് എന്നെ കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചു, കല്ല് ചവച്ചു പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്കിടവരുത്തി. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനസ്സ് തകരുന്നു. എങ്ങനെയുണ്ട് ഈ വചനം? ഇതല്ലേ നമ്മിൽ പലരുടെ അവസ്ഥ? കയ്പ് കൊണ്ട് നിറഞ്ഞ അവസ്ഥ, കല്ല് ചവച്ച് പല്ലു പൊടിയുന്ന അവസ്ഥ, സ്വസ്ഥതയില്ല. ആത്മാവിന് മാത്രമല്ല, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരു സ്വസ്ഥതയില്ല. വിസ കിട്ടിയാൽ, വിദേശത്ത് പോയാൽ, കല്യാണം നടന്നാൽ ഒക്കെ ശരിയാവുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അവസാനം തലകിഴുമേൽ മറിഞ്ഞ അവസ്ഥ. ഇതിനൊന്നും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും തരാൻ പറ്റുന്നില്ല. കാരണം അതിലൊന്നും സ്വസ്ഥതയും വെച്ചിട്ടില്ല, സമാധാനവും വെച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ സ്വസ്ഥതയും സമാധാനം തരാൻ പറ്റൂ. അതുകൊണ്ട് എന്തു പറ്റി? എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പൊയ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. ഇന്ന് അത് എല്ലിനെ പൊടിപ്പിക്കുന്നു, ഞരമ്പിനെ ദ്രവിപ്പിക്കുന്നു, കാഴ്ച മങ്ങുന്നു, കിടന്നാൽ ഉറക്കം വരുന്നില്ല, ബന്ധങ്ങൾ തകരുന്നു. ഇതെല്ലാം സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? പ്രത്യാശയോടെ ദൈവത്തിലേക്ക് തിരിയണമെന്ന് വചനം പറഞ്ഞു തരികയാണ്. വീണ്ടും വിലാപം 3-49 50 വാക്യങ്ങൾ, 49, 50 വചനം. എൻ്റെ 3-ാം അധ്യായം. എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നതുവരെ. കണ്ണുനീർ എവിടം വരെ വേണം? അപ്പം മുട്ടിന്മേൽ നിന്ന് കമിഴ്ന്ന് കിടന്നോ, കണ്ണീരൊഴുക്കിയോ, സാഷ്ടാംഗ പ്രണാമം ചെയ്തോ, എല്ലാം കൂടെ ചേർത്ത് സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കണം. എപ്പോൾ പ്രാർത്ഥിക്കണം? വീട്ടിലെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചാൽ അത്രയും നല്ലത്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നതുവരെ പ്രാർത്ഥിക്കണം. തടസ്സം, ഒരു സമാധാനവും ഇല്ല. വീട് പണി തീരുന്നില്ല. ഒരാഴ്ച മുഴുവൻ വീട് പണിയാൻ വേണ്ടി 9 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നത് പങ്കുവെക്കുകയാണ്. മംഗളകാര്യങ്ങൾ നടക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. കുടുംബത്തിൽ 9 കാര്യങ്ങളും അതിന് പരിഹാരമായിട്ട് പരിശുദ്ധാത്മാവ് തന്ന 9 വചനങ്ങളും ഇന്ന് പങ്കുവെക്കുകയാണ്. വീട്ടിൽ സമാധാനമില്ല, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്. അപ്പോൾ മംഗളകാര്യങ്ങൾ നടക്കുന്നില്ല. മംഗളകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മക്കളുടെ വിവാഹം നടക്കുന്നില്ല, അവരുടെ പഠനം ശരിയാവുന്നില്ല, പഠിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നില്ല, അവർക്ക് സമയത്ത് വിവാഹം കഴിക്കണമെന്നില്ല, വിവാഹം നടന്ന് തന്നെ മക്കളുണ്ടാവുന്നില്ല, ചിലർക്ക് മക്കളെ വേണമെന്നില്ല. ഇന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. എന്നു മാത്രമല്ല, നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ആണ് പെണ്ണിനെ അല്ല, ആണ് ആണിനെയും പെണ്ണിനെയും കല്യാണം കഴിക്കുന്ന കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ തരംതാണു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടുകളിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നില്ല. പിന്നെ മറ്റു പലരും പറയുന്ന ഇതാണ്: പ്രാർത്ഥനയ്ക്ക് തടസ്സം, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കുടുംബ പ്രാർത്ഥന ഇല്ല, അങ്ങനത്തെ അവസ്ഥ. അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകാത്ത അവസ്ഥ, എല്ലാ കാര്യങ്ങളിലും വരൾച്ച. ഈ കുട്ടികളുണ്ടാകുന്നത് മാത്രമല്ല, നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാവും. ഏത് നല്ല കാര്യത്തിനും തടസ്സങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ്: ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ. എപ്പോഴും ദുഃഖകരമായ പാട്ടുകൾ കേൾക്കാനും, ദുഃഖകരമായ കാര്യങ്ങൾ ഓർക്കാനും, ദുഃഖകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് പലർക്കും താല്പര്യം. ഇനി രക്ഷയേ ഇല്ല എന്നുള്ള ആ ചിന്ത. ദുഃഖം, തകർച്ചകൾ, കണ്ണീരൊഴുക്കാത്ത ദിവസം ഇല്ല, ഇപ്പം കരയാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. തലയിണയിൽ മുഖം അമർത്തി കരയുന്ന അവസ്ഥകൾ, ഇതൊക്കെയാണ് ദുഃഖം തളം കെട്ടി കിടക്കുന്ന അവസ്ഥ. ഇനി 3-ാമത്തെ കാര്യം രോഗം, അതുപോലെ പിന്തുടരുന്ന രോഗങ്ങൾ. സൈക്കോസോമാറ്റിക് ഡിസീസ് എന്നൊക്കെ പറയും. ശരീരത്തിനോ മനസ്സിനോ ആത്മാവിനോ ഏതിനാണെന്ന് പിടികിട്ടുന്നില്ല. കാരണം പിടികിട്ടാത്ത രോഗങ്ങൾ, ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ, അതുപോലെ അപകടങ്ങൾ, പിന്തുടരുന്ന അപകടങ്ങൾ. എപ്പോൾ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ പാരമ്പര്യ രോഗങ്ങൾ,
ഒന്ന് മാറി ഒരാൾക്ക് മാറി പിന്തുടരുന്ന പാരമ്പര്യ രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, പാരമ്പര്യ സ്വത്തൊക്കെ കിട്ടുന്ന പോലെ പാരമ്പര്യ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. അപ്പോൾ ഇതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുമോ? ഇതിനൊക്കെയുള്ള വചനങ്ങളുണ്ട്. അപ്പോൾ 9 കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അടുത്തതാണ് 4ാമത്തെ കാര്യം. ആത്മഹത്യ ചിന്ത ഒഴിയുന്നില്ല. ജീവിച്ചിട്ട് കാര്യമില്ല, മരിക്കണം, ചാകണം, കൊല്ലണം, അങ്ങനെയുള്ള ചിന്ത. എനിക്കറിയാം ഒരു കുടുംബത്തെ പ്രാർത്ഥിക്കാനായിട്ട് വന്നത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുടുംബത്തോടെ വിഷം മേടിച്ച് പലതവണ ആ കുടുംബനാഥൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. മരിക്കാനിരുന്ന കുടുംബം വചനത്തിലേക്ക് വന്ന് പാപങ്ങളേറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ വെച്ചടി ദൈവം കയറ്റം കൊടുത്തു. അതുപോലെ തന്നെ ആത്മഹത്യ ഒന്നിനും പരിഹാരവുമല്ല. സങ്കീർത്തനം 143:3 പറയുന്നുണ്ട്, ശത്രു അവൻ്റെ ജീവനെ നിലത്തെറിഞ്ഞ് തകർത്ത് കളഞ്ഞു. ആത്മഹത്യ ചെയ്യുന്നവർ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ആർക്കൊന്നും അവർ നേടിക്കൊടുക്കുന്നില്ല. അപ്പം പിന്നെ അടുത്ത 5ാമത്തെ കാര്യമാണ്, കിട്ടുന്നത് ഒന്നും തികയുന്നില്ല. ഒന്നിലും കിട്ടിയാൽ തന്നെ ഒന്നിലും തൃപ്തിയില്ല. നമുക്കൊരു സംതൃപ്തി കിട്ടണ്ടേ? ഒന്നിലും സംതൃപ്തിയില്ല. ആ മുഖമൊന്നും തെളിഞ്ഞില്ലല്ലോ എന്ന് പറയും അല്ലേ? പിന്നെ മറ്റുള്ളവരുടെ നോക്കിയിരിക്കുന്ന അവസ്ഥ, താരതമ്യപ്പെടുത്തുന്ന അവസ്ഥ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. 6ാമത്തെ കാര്യമാണ്, കടം കൂടുകയല്ലാതെ കുറയുന്നില്ല. എപ്പോൾ നോക്കിയാലും ഇല്ലേ ഉണ്ടെങ്കിലും ഇല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒറിജിനലായിട്ട് പുലി വന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം പുലി വന്നെന്ന് പറയുന്നത് പോലെ എനിക്കങ്ങനത്തെ ചില കഥകൾ, ചില ആളുകൾ, സംഭവങ്ങളൊക്കെ അറിയാം. നല്ലോണം ഉണ്ടായിരുന്നു, ഉള്ള വഴികൾ ഒക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് ഉള്ളതും കൂടെ പോയ അവസ്ഥ. കടം കൂടുകയല്ലാതെ കുറയുന്നില്ല. എങ്ങോട്ട് പോയിന്നറിയില്ല, ഏതിലേ വന്ന് ഏതിലേ പോയിന്നറിയില്ല. നേർച്ചകളിലും ദശാംശങ്ങളിലും എല്ലാം കൊള്ളയടിക്കുന്ന അവസ്ഥ. അതുപോലെ ഉത്തിരിപ്പ് കടം കൊടുക്കേണ്ടത് ദൈവത്തിനും മനുഷ്യർക്ക് കൊടുക്കേണ്ടത് അവർക്കും കൊടുക്കാതെ ഒന്നിനും തികയുന്നില്ല. തികഞ്ഞിട്ട് വേണ്ടേ കൊടുക്കാൻ. ഭാര്യ ഗവൺമെൻറ് ജോലി, ഭർത്താവ് ഗൾഫിൽ, 2 പേർക്കും കൂടെ 2 ലക്ഷം രൂപ അടുത്ത് വരുമാനമുണ്ട്. പക്ഷേ പലിശ പോലും അടക്കാൻ തികയുന്നില്ല, വീട് പണി തീരുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ബ്രദറെ എന്ന് ചോദിച്ചാൽ പരാതി ഓർക്കുകയാണ്. പക്ഷെ വചനത്തിലേക്ക് വന്നപ്പോൾ ഈശോ ഇടപെട്ട് എല്ലാത്തിനും പരിഹാരം കൊടുത്ത എന്ത് നഷ്ടവും കഷ്ടവും കർത്താവ് കരകയറ്റും. പിന്നെ അടുത്ത കാര്യമാണ് 7ാമത്തെ കാര്യം, കുടുംബത്തിൽ ആരും തമ്മിൽ ചേർച്ചയില്ല. പോയില്ലേ കഥ? വേറെ എന്തെല്ലാം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണം. അപ്പോൾ ചേർച്ചയില്ല. ഭാര്യ പറയുന്നത് ഭർത്താവിനും. മിക്ക 7:6 മകൻ പിതാവിനോട്, മകൾ അമ്മയോട്, മരുമകൾ അമ്മായിയമ്മയോട് നിന്നയോടെ വർത്തിക്കുന്നു. ഒരുവൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് അവൻ്റെ ശത്രുക്കൾ. അപ്പോൾ എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് പറയാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് മിക്ക പ്രവാചനെ പോലെ സാധിക്കണം. ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തണം. കുടുംബത്തിൽ ആരും തമ്മിൽ ചേർച്ചയില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, അല്ലെങ്കിൽ അമ്മായിപ്പനും അമ്മായിയമ്മയും, അല്ലെങ്കിൽ പിന്നെ മാതാപിതാക്കളാണ് മക്കൾക്കും അങ്ങാടും അയൽവാസികളും ഈ പ്രശ്നം. ഇത് ചേർച്ചയില്ലാത്ത അവസ്ഥ. 8ാമത്തെ കാര്യമാണ്, മരിച്ചവരോടുള്ള വെറുപ്പ്, കുറ്റം പറച്ചിൽ, അവരോടുള്ള കടമകൾ നിറവേറ്റുന്നില്ല. മരിച്ചവരെ പ്രാകൽ, കുറ്റം പറച്ചിൽ, ചെയ്തതെല്ലാം കുറ്റം, നന്മ ഒന്നുമില്ല. പക്ഷേ അവർ പലരും ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചിരിക്കണതും തട്ടിമുട്ടി മുന്നോട്ട് പോണതും. എന്നിട്ടും പരാതി പറച്ചിലും മാത്രമേ ഉള്ളൂ. മരിച്ചവരോട് വെറുപ്പ് ആറിയ കഞ്ഞി പഴം കഞ്ഞി എന്ന് പറഞ്ഞതുപോലെ അവർക്ക് കുറ്റം മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തുണ്ടാക്കാനും നേടാൻ സാധിക്കുന്നുണ്ട്. കുറ്റം പറച്ചിൽ, അവരോടുള്ള കടമകൾ നിറവേറ്റുന്നില്ല. ഇങ്ങനത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒരു അനുദേലിക്കാനോ ഒരു ആണ്ട് നടത്താനോ ഒന്നും ഇല്ലാത്ത അതുപോലത്തെ അവസ്ഥ. അല്ലെങ്കിൽ കൂടപ്പറപ്പങ്ങളൊന്നും ഒരുമിച്ച് കൂട്ടാൻ പോലും പറ്റുന്നില്ല. എല്ലാവർക്കും സ്വാർത്ഥത. 9ാമത്തെ കാര്യമാണ്, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. തർക്കങ്ങൾ, തമ്മിൽ തല്ല്, ദുർജനം തമ്മിൽ തല്ലിച്ചാകുന്നു. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം ഇതാ. തമ്മിൽ തല്ല്, തർക്കങ്ങൾ. വലിയ കാര്യമൊന്നും വേണ്ട, നിസാര കാര്യങ്ങളുടെ തുമ്പത്ത് പിടിച്ച് ഞാനാ വലുത് നീയാ വലുതെന്നും പറഞ്ഞ് കയറിപ്പോകുന്ന അവസ്ഥകൾ, എങ്ങും ഏതും എത്താത്ത അവസ്ഥകൾ. അപ്പോൾ ആര് നേടി? ആരും ഒന്നും നേടുന്നില്ല. കിടന്നിട്ട് ഉറക്കം പോലും ഇല്ല. അപ്പോൾ ഈ മേഖല
ഇതാ തടസ്സം, വീട്ടിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, ഇങ്ങനെയുള്ള വരൾച്ചകളൊക്കെ മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം എന്താ? ശാപത്തിൻ്റെ ചുരുൾ സകറിയ 5:3-5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, ഇത് ദേശം മുഴുവനുമുള്ള ശാപമാണ്. മോഷ്ടിക്കുന്നവനും കള്ളസാത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ വിച്ഛേദിക്കപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അതിനെ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്ക് അയക്കും. വീട്ടിൽ കടന്നായിരിക്കും കളി കംപ്ലീറ്റ്. അതവൻ്റെ വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിക്കുന്നത് പോലെ അവിടെ വസിക്കും. എന്താ കാരണം? മോഷണം, കള്ളസത്യം, ദൈവത്തെ ചൂഷണം ചെയ്യുക, അതുപോലെ ഉത്തിരിപ്പ് കടങ്ങൾ, കൊടുക്കേണ്ടത് കൊടുക്കാതെ, സഹോദരങ്ങൾക്കുള്ള വീതങ്ങൾ കൊടുക്കാതെ, മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട അംശങ്ങൾ കൊടുക്കാതെ, പിന്നെ സർക്കാരിന് ടാക്സ് വെട്ടിച്ച് എന്തിലെല്ലാം കള്ളത്തരങ്ങൾ ഏതൊക്കെ ഉണ്ടാക്കാമോ ഉണ്ടാക്കാൻ നോക്കും. ഇതാ ഊതി പറത്തിയതുപോലെ ഇതെല്ലാം പോകും. അത് കള്ളൻ്റെയും, ഇതൊക്കെ എവിടെ വിടും? കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്ക് അയക്കും. അത് അവൻ്റെ വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിക്കുന്നത് വരെ അവിടെ വസിക്കും. മക്കളെ വേണ്ട, ഒരെണ്ണം മതി, 2 എണ്ണം മതി, 1 വേണ്ട, 2 വേണ്ട, 2, 3, 4 എണ്ണമൊക്കെ അബോർഷൻ ചെയ്യുന്ന അവസ്ഥകൾ. അവിടെ ശാപമല്ലാതെ എന്താ? വീട്ടിലേക്കല്ലാതെ എങ്ങോട്ടാ കടന്നു വരുന്നത്? രക്തക്കറകൾ. എന്ത് പരിഹാരം ചെയ്യും? എന്ത് പരിഹാരം ചെയ്യാൻ സാധിക്കും? ദൈവമേ കരുണ ഉണ്ടാകണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുത്തം കൊണ്ട് ഇന്ന് കുടുംബത്തിൽ വീട് പണി തീരുന്നില്ല, കിട്ടിയിട്ട് തൃപ്തിയില്ല, കിട്ടിയ പങ്കാളിയെ തൃപ്തിയില്ല, സങ്കല്പത്തിലെ പങ്കാളിയായിട്ട് ജീവിക്കുന്ന അവസ്ഥകൾ, സംശയരോഗം, കുറ്റപ്പെടുത്തൽ, മദ്യാസക്തി, ലഹരി, എന്നിട്ടും എന്തുപയോഗിച്ചിട്ടും തൃപ്തിയില്ല. വീണ്ടും ഏതാ രക്ഷയെന്നും പറഞ്ഞു ഓടാം. മന്ത്രവാദം, അന്ധവിശ്വാസം, അനാചാരം വാരി എറിയും. നല്ല കാര്യങ്ങളാ പിശുക്കും ലുബ്ധത്തരവും കുറ്റം പറച്ചിലും മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ആത്മശോധന ചെയ്യും. മടങ്ങി വാ. ധൂർത്തപുത്രൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നതുപോലെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. ഇതാ തെറ്റുകൾ തിരുത്തി മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ദൈവമേ കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ 9 വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പരിഹാരമായിട്ട് 9 വചനങ്ങൾ, അഭിവൃദ്ധി ഉണ്ടാകാൻ, സംരക്ഷണം കിട്ടാൻ, ആത്മീയ കോട്ട. ഈ 9 വചനങ്ങൾ സകറിയ 9:8 ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ. 1-ാമത്തെ വചനമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. അപ്പോൾ 1-ാമത്തെ വചനം സകറിയ 9:8, 2-ാമത്തെ വചനം സകറിയ 2:5, സങ്കീർത്തനം 3-ാമത്തത് സങ്കീർത്തനം 34:7, 4-ാമത്തെ വചനം ലൂക്കാ 11:21, 5-ാമത്തെ വചനം സങ്കീർത്തനം 122:7, 6-ാമത്തെ വചനം ഏശയ്യ 62:1, 7-ാമത്തെ വചനം സങ്കീർത്തനം 147:13, 8-ാമത്തെ വചനം റോമ 10:12, 9-ാമത്തെ വചനം സങ്കീർത്തനം 90:17. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച വെളിപ്പെടുത്തി തന്ന ഈ വചനങ്ങൾ ഇതാ എഴുതി വെച്ചോ, ഒരു ഡയറിയിൽ എഴുതി വെച്ചോ, ഒരു പേപ്പറിൽ എഴുതി മതിലിലൊട്ടിച്ചോ. ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക, അല്ലെങ്കിൽ എഴുതി പ്രാർത്ഥിക്കുക. ചിലർക്ക് എഴുതി പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ നിൽക്കുന്നത്, ചിലർക്ക് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പോൾ ഏതാണ് സൂട്ടബിൾ എന്ന് വെച്ചാൽ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. മഞ്ഞ് സൂര്യപ്രകാശത്തിൽ ഉരുകി പോകുന്നത് പോലെ ഇതാ വചനത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ, യേശുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തിയാൽ അശുദ്ധിയെല്ലാം ചാരമായി പോകും. പാരമ്പര്യക്കെട്ടുകൾ അഴിയും, ശാപം മാറും, പൂർവ്വകടം മാറും, കലഹം മാറും, ഭിന്നത മാറും, സാമ്പത്തിക ചോർച്ച മാറും, ആഭിചാരം ഒഴിഞ്ഞു പോകും, അഭിവൃദ്ധി ഉണ്ടാകും, പുതുക്കി പണിയപ്പെടും, പുതിയ വഴികൾ തുറന്നു കിട്ടും, വിസാതടസ്സം മാറും, വിവാഹം നടക്കും, മംഗളകാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ കഥ കേട്ട് വയറ് നിറക്കാനല്ല, അങ്ങനെ പറയില്ലേ നമ്മ, കഥ കേട്ട് വയറ് നിറക്കാനേ യോഗമുള്ളൂ. അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ കേട്ട് അസൂയപ്പെട്ടോ കമൻറ്റ് പറഞ്ഞോ നിൽക്കാതെ ഇതാ സാക്ഷ്യപ്പെടുത്തുന്ന കമൻറ്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സകറിയ 9:8 അവിടെ പറയുന്നത് എന്താണ്? ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകന് ഇനി അവരെ കീഴടക്കുകയില്ല. 2-ാമത്തെ വചനം സകറിയ 2:5 ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. പരിശുദ്ധാത്മാവേ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ, എൻ്റെ ഭവനത്തെ, എൻ്റെ കുടുംബാംഗങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. 3-ാമത്തെ സങ്കീർത്തനം 34
7 അവിടെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, മാലാഖമാർ എൻ്റെ ഈ സ്ഥലത്തിന് ചുറ്റും, ഈ ഫാക്ടറിക്ക് ചുറ്റും, ഈ വീടിന് ചുറ്റും സംരക്ഷണമായിട്ട് കടന്നു വരട്ടെ. മാലാഖമാർ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കടന്നു വന്ന എല്ലാ ബന്ധനങ്ങളും തകർക്കട്ടെ. ലൂക്കാ 11:21 വചനം, ശക്തമായ വചനം. ശക്തനായുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ഒരാഭിചാരവും തൊടുകയില്ല. ആഭിചാരമൊക്കെ നിർവീര്യമായി പോവും. വെട്ടിയാൽ വായ്ത്തല മടങ്ങും. ഇതാ പരിശുദ്ധാത്മാവ് കടന്നു വരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 122:7 പറയുന്നു, നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടായിരിക്കട്ടെ. ഇതാ ഇന്ന് കെട്ടുകൾക്കുള്ളിലാണ് അരക്ഷിതാവസ്ഥ. അതുകൊണ്ട് ഇതാ വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല, മുറികളിലേക്ക് കയറിയ സ്വസ്ഥതയില്ല, തമ്മിൽ കലഹമാണ്, തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലത്തെ അവസ്ഥ, എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞാണ്, എന്താണ് വിഷമമെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. പുത്തൻ വെള്ളമൊക്കെ എല്ലാ മുറിയിലും തളിക്ക്, യേശുവിൻ്റെ തിരക്താണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, തളിച്ച് പ്രാർത്ഥിക്കുക. ഇനി വീട് വെഞ്ചരിച്ചിട്ട് ഒരുപാട് നാളാണെങ്കിൽ അച്ഛനെ കൊണ്ടുവന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും മിനിമം വീട് വെഞ്ചരിപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ സങ്കീർത്തനം 91 എല്ലാ ദിവസവും വീട്ടിൽ ചൊല്ലി പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 122:7 തിരക്തം കൊണ്ട് കഴുകുക. 4 ചുറ്റിലെ ദിശക്കിലേക്കും തിരിഞ്ഞു നിന്ന് കുരിശടയാളം വരച്ച് കുരിശിട്ട് തിരക്തത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത വചനം യേശയ്യാ 62:1 പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? സിയോൻ്റെ പ്രഭാതം എങ്ങനെ പൊട്ടിവിരിയും? സിയോൻ്റെ ന്യായം പ്രഭാതം പോലെ പൊട്ടിവിരിയുമെന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സിയോൻ്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. ഹാലേലൂയ, ഹാലേലൂയ. എനിക്ക് വേണ്ടി ജെറുസലേം എന്ന് പറഞ്ഞാൽ സ്വന്തം ജനം, ആ സംരക്ഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നമ്മൾ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നടക്കും. ഹാലേലൂയ, ഹാലേലൂയ. വീണ്ടും സങ്കീർത്തനം 147:13 ഈ വചനം എന്താണ്? നിന്റെ കോട്ടക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു, അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. ആ അതിർത്തിയിലേക്ക് ഒരു തിന്മയും കടന്നു വരികയില്ല. ഇതാ അതിൻ്റെ അകത്ത് ഉള്ള ആ സമാധാനം എന്നും നിലനിൽക്കും. സങ്കീർത്തനം 147:13 വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറക്കണേന്ന് പ്രാർത്ഥിക്കും. ഒരു സമാധാനം ഇല്ലെന്ന് പറയുന്നവർ അത് നിർത്തി ഈ സമാധാനത്തിൻ്റെ 147:13 വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ അടുത്ത വചനം സങ്കീർത്തനം റോമാലേഖനത്തിൽ 10:12 വാക്യം വളരെ സുന്ദരമായ ഒരു വചനമാണ്. റോമാലേഖനം 10:12 വാക്യം. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറക്കണമേ എന്ന് പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുക. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുക. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശു തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. അതാണ് റോമ 10:12. സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇതാ പണം മാത്രമല്ല, നമ്മുടെ ജീവനും സ്വത്തിനും സമ്പത്തിനും ആരോഗ്യത്തിനും കുടുംബാംഗങ്ങൾ, അതെല്ലാം നമ്മുടെ സമ്പത്ത്. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ആയുസ്, ഇതാ ധനം, വിദ്യാഭ്യാസം, സൽപ്പേര്, ഇതെല്ലാം നമ്മുടെ സമ്പത്താണ്. വരുമാന മാർഗങ്ങൾ, ഇതിൻ്റെ മേലെല്ലാം ദൈവം എന്ത് വർഷിക്കും? ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടെ തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. അപ്പോൾ നമ്മുടെ സമ്പത്ത് അഭിവൃദ്ധി ഉള്ളതാക്കും, നമുക്ക് ഉയർച്ചകൾ തരും, നമുക്ക് സംരക്ഷണം തരും. അതുപോലെ തന്നെ അടുത്ത വചനമാണ് സങ്കീർത്തനം 9 വചനമാണ്. സങ്കീർത്തനം 90:17. എന്താ അവിടെ പറയുന്നത്? സങ്കീർത്തനം 90:17 വചനത്തിൻ്റെ അഭിഷേകം. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ മനസ്സിൽ, വിശ്വാസമുള്ളവരെ ഇല്ലാത്തവരെയും ശത്രുതയുള്ളവരെയൊക്കെ മനസ്സിൽ കണ്ട് പറ്റുമെങ്കിൽ മുട്ടുമേ നിന്ന് കൈവിരിച്ചു പിടിച്ച് ഈ വചനം പ്രാർത്ഥിച്ചാൽ അത്രയും നല്ലത്. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. ഇറങ്ങിപ്പോകില്ല,
ഇതാ ചിലർക്കൊക്കെ പേടിയാണ്, ദൈവമേ കയറ്റമില്ലെങ്കിലും കുഴപ്പമില്ല, ഇറങ്ങിപ്പോയാൽ നാണക്കേടാണ് ഇന്ന് പലരും അനുഭവിക്കുന്ന വേദന. അപ്പം ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണേ, നിലനിൽപ്പ് തരണേ, ആത്മീയ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വരുമാന മാർഗങ്ങളിൽ, ശുശ്രൂഷ മേഖലയിൽ സ്ഥിരത നൽകണമേ. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറിനെ പോലെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, എല്ലാം തകിടം മറിഞ്ഞു പോയി, ഒന്നും പ്രാർത്ഥിക്കാനും ഒന്നും തോന്നുന്നില്ല, സമ്പത്ത് മേലെല്ലാം തകിടം മറിഞ്ഞു. അപ്പം എവിടാ തിരിച്ചു വാ, മടങ്ങി വാ, ദൈവത്തിലേക്ക് തിരിച്ചു വാ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഒത്തിരി അസ്വസ്ഥനാണ്. അപ്പോൾ സുസ്ഥിരമാക്കണമേ, നിലനിൽപ്പ് തരണേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ 9 വചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ഇത് ശ്രവിച്ച കുടുംബങ്ങൾ, വ്യക്തികൾ, രോഗികൾ, ആശുപത്രികൾ, ഭവനങ്ങൾ, ശുശ്രൂഷകർ, സമർപ്പിതർ, ഇവരെ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, പ്രേക്ഷിത വേലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു ആയുസ് മുഴുവൻ വീട് പണിക്ക് വേണ്ടി കളഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഒരായുസ് മുഴുവൻ ജീവിച്ചിട്ടും ഓഹരി തർക്കം തീരുന്നില്ല, ഒട്ട് വിട്ടുകൊടുക്കൊന്നുമില്ല, 1 സെൻറ്റ് ഭൂമിയുടെ പേരിൽ പോലും കർത്താവെ വഴക്കും കേസും വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇവരെ സ്പർശിക്കട്ടെ. കൂടപ്പറപ്പങ്ങൾക്ക് വാശിയുടെ പുറത്ത് ഒപ്പിട്ട് കൊടുക്കുന്നില്ല, വിട്ടുകൊടുക്കുന്നില്ല, തിന്നേമില്ല തീറ്റിക്കുകയുമില്ലെന്ന് പറഞ്ഞ പോലത്തെ വാശിയുള്ളവരുണ്ട്. യേശുവെ, കഠിന ഹൃദയം വളക്കണമേ. ഇതാ ഈ ശ്വാസം ഒന്ന് നിലച്ചാൽ ഒരു നിമിഷത്തേക്കുള്ളൂ. ഞങ്ങളുടെ പോലെ പുൽക്കുടി പോലെയാണ് ഈ ജീവിതം, വെള്ളത്തിലെ കൊമള പോലെയാണ് മനുഷ്യ, ഓർക്ക് മടങ്ങി വാ, എളിമപ്പെട്, മാനസാന്തരപ്പെട്, ഈശോയെ അനുതാപം കൊടുക്കണേ, തിരക്തം കൊണ്ട് കഴുകണേ എന്ന് പ്രാർത്ഥിക്കുക. സഹോദരങ്ങൾ തമ്മിലുള്ള ശത്രുത, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എൻ്റെ നിൻ്റെ എന്ന് പറഞ്ഞ് കർത്താവെ അവരൊന്നാണെന്ന് മനസ്സിലാക്കാതെ പിശാച് കയറി തകിടം മറിക്കുന്നു. ഭാര്യയുടെ വീട്ടുകാരെ കുറ്റപ്പെടുന്നവരും ഭാര്യേനെ കുറ്റപ്പെടുന്നവരും, ചെളിവാരി എറിയുന്നത് പോലെ പഴങ്കഥകൾ വാരി എറിയുന്നവർ, അതുപോലെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും വേറെ കണ്ണോടെ കാണുന്നവർ, അപമാനിക്കുന്നവർ, ശിരസായ ഭർത്താവിനെ ബഹുമാനിക്കാതെ ജീവിക്കുന്ന ജീവിതം, കർത്താവെ മക്കളെ വേറുകൂറായിട്ട് നിർത്തുന്നവർ, രണ്ടുപേർക്ക് ഉപകാരപ്പെടാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് അവർ തിരിച്ചറിയുന്നില്ലല്ലോ. കർത്താവെ, വേലികെട്ടി തിരിച്ച് നിൻ്റെയും എൻ്റെയും ആക്കി തെറ്റുകൾ ശരിയാക്കി വളച്ചൊടിച്ച് മക്കൾക്ക് കൊടുത്തിട്ട് എൻ്റെ പക്ഷവും നിൻ്റെ പക്ഷവും ആക്കുമ്പോൾ കർത്താവെ, ഈ മക്കളെ പിശാച് തട്ടിക്കൊണ്ടു പോകുമെന്നും ഇവർക്ക് ആർക്കും ഉപകാരപ്പെടാതെ പോകുന്നുള്ള അവസ്ഥ തിരിച്ചറിവ് കൊടുക്കണമേ. നേരായ ബോധത്തിൽ ഞങ്ങൾ ഒന്നാണെന്നുള്ള തിരിച്ചറിവ് നൽകി ഈ കുടുംബങ്ങളെ വിശദീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ തിരക്തം കൊണ്ട് ഈ കുടുംബങ്ങളെ കഴുകണമേ. കർത്താവേ, പണത്തിന് പിന്നാലെയുള്ള പരക്കം പാച്ചിൽ, ആർത്തി അവസാനിപ്പിക്കാൻ ഭയങ്കര വ്യഗ്രതയാണ്. പല ജോലികൾ ചെയ്യുന്നു, പല വരുമാന മാർഗങ്ങൾ, എന്നിട്ടും അസംതൃപ്തിയാണ്, പേടിയാണ് കർത്താവേ. അതുപോലെ എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് ആലോചിക്കാതെ കടം മേടിച്ച് കൂട്ടിയ പലരും ഇന്ന് ആപത്തിലാണ്. എന്നിട്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, കൊടുക്കാനുള്ളത് കൊടുക്കുന്നുമില്ല, കിട്ടിയാൽ പോലും കൊടുക്കാത്ത അവസ്ഥ. എത്രയും പെട്ടെന്ന് കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നതിൻ്റെ അടിമയാണെന്ന് വചനത്തിൽ പറയുന്നുണ്ടല്ലോ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ ഒഴിയട്ടെ, പൈശാചിക പെടുകൾ വിട്ടുപോട്ടെ, കടബാധ്യതയുടെ ദുരാത്മാവ് യേശുനാമത്തിൽ നിർവീര്യം. വീട് ജപ്തി ബാധ്യതയിൽ കഴിയുന്നവരുണ്ട് കർത്താവെ. വാങ്ങാൻ വരുന്നവരെല്ലാം ചവിട്ടി താഴ്ത്തി വില പറയുന്നതിൻ്റെ വേദനകൾ, നാണം കെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമോ വണ്ടി വരുമോ എന്നുള്ള വേദനകളിൽ കഴിയുന്നവർ, മക്കളെ പഠിപ്പിക്കാൻ വിട്ട് കടമെടുത്തവർ, ഇന്നൊന്നും അടക്കാൻ പറ്റുന്നില്ല, അവരൊട്ട് അടക്കൊന്നുമില്ല, അവരും പറയുന്നു കിട്ടുന്നില്ല. കുഞ്ഞുനാൾ പോലെ കേട്ടു പഠിച്ചത് ഇല്ല 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 എന്നാണ്. ഇന്ന് ആ മക്കൾക്കും എത്ര കിട്ടിയിട്ടും കർത്താവെ മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കർത്താവെ, തൃപ്തി ഇല്ലാത്തവർ അല്ലെങ്കിൽ സ്വാർത്ഥതകൾ അങ്ങ് കാണണമേ. യേശുവിൻ്റെ തിരക്തം കൊണ്ട് ഈ കുടുംബങ്ങളെ, നിരപരാധികളുടെ കണ്ണുനീരുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ, വിധവകളുടെ കണ്ണുനീരുകൾ യേശുവെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഏതെങ്കിലും അഭിഷിക്തരുടെ കണ്ണുനീരുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് പരിഹാരം ചെയ്യാനുള്ള കൃപ നൽകണമേ. മനസാന്തരങ്ങൾ കുടുംബത്തിൽ കൊടുക്കണമേ. ഒരുക്കമില്ലാതെ മരിച്ചു പോയവരുണ്ടെങ്കിൽ കർത്താവെ, ആരെങ്കിലും മരണം വരെ വേദനിപ്പിച്ച് വേദനയോടെ അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കണ്ണുനീരുകൾ, ശാപങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ, ശാപവാക്കുകൾ, തെറി പറയുന്ന സ്വഭാവം, എപ്പോഴും കുറ്റപ്പെടുന്ന സ്വഭാവം, മുഖം വീർപ്പിച്ച് നടക്കുന്ന അവസ്ഥകൾ, കർത്താവെ നാളുകളായിട്ട് മിണ്ടാതിരിക്കുന്നവർ, ഈ കെട്ട് അശുദ്ധാരൂപികൾ, കലഹത്തിൻ്റെ ദുരാത്മാവ്, അബദ്ധോൻ യേശുനാമത്തിൽ വിട്ടുപോട്ടെ. അനുസരണക്കേണ്ട രൂപി എഫെസർ 2:2 കർത്താവേ, തിരക്തം കൊണ്ട് കഴുകണമേ. കുഞ്ഞുങ്ങൾ, ഭാര്യാഭർത്ത് ദമ്പതികൾ, മാതാപിതാക്കൾ, മക്കൾ വിധേയത്വങ്ങൾ കൊടുക്കണേ. അധികാരികളോടുള്ള ബഹുമാനക്കുറവും പുച്ഛ മനോഭാവം എടുത്തു മാറ്റണമേ. യേശുവേ, കൃപ കൃപ കൃപ. പരിശുദ്ധാത്മാവേ, വന്ന് നിറയണമേ. മാലാഖമാരെ കാവൽ നിർത്തണമേ. അമ്മേ മാതാവേ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ നീലങ്കിയാൽ പൊതിയണമേ. എല്ലാ വിസ്തരുടെയും കൂട്ടായ്മ ഉണ്ടാകണമേ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടോ പോട്ടെ, തിരക്കൊഴുകട്ടെ. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ ഇറങ്ങി വന്നതുപോലെ, സ്ലീഹന്മാരിൽ അഗ്നിനാവായി ഇറങ്ങി വന്നതുപോലെ, ഈ വചനം ശ്രവിക്കുന്ന
ശ്രവിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ നിരന്തരം ഇവർ ശ്രവിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഇത് ഷെയർ ചെയ്യുമ്പോൾ, പ്രേക്ഷിത വേലയിൽ പങ്കുചേരുമ്പോഴെല്ലാം അനുഗ്രഹം 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 അനുഗ്രഹം. ഇന്നു മുതൽ അതിന് അനുഗ്രഹത്തെക്കുറിച്ച് ഇവർ സംസാരിക്കട്ടെ, സാക്ഷ്യപ്പെടുത്തട്ടെ. അനുഗ്രഹം വന്ന് നിറയട്ടെ, വീട്ടിൽ വന്ന് നിറയട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോട്ടെ, വന്ധ്യത മാറിപ്പോകട്ടെ. കർത്താവെ, അന്ധവിശ്വാസം കാരണം വിവാഹം കഴിക്കാതിരുന്നവരും കഴിപ്പിക്കാതിരുന്നവരും അവരുടെ അന്ധവിശ്വാസ കെട്ടുകളെല്ലാം പൊട്ടട്ടെ. കർത്താവെ, ബന്ധനങ്ങൾ അഴിയട്ടെ. അനേക വർഷങ്ങളായി സാത്താൻ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന വ്യക്തി, ഈ കിടപ്പ് രോഗി സുഖപ്പെടട്ടെ. എപ്പോഴും രോഗം എന്നുള്ള ചിന്ത മാറിപ്പോകട്ടെ. മദ്യത്തോടുള്ള, ലഹരിയോടുള്ള ആസക്തി, തഴക്കദോഷങ്ങൾ, ബ്ലൂ ഫിലിമുകൾ, ഫോൺ സെക്സ് അവയെ അശുദ്ധിയെല്ലാം നീങ്ങട്ടെ. ഭാര്യാഭർത്തൃ ജീവിതം വിശുദ്ധീകരിക്കട്ടെ. ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ശരീരവും മനസ്സും ആത്മാവുമുള്ള ബോധ്യം ഇവർക്ക് കിട്ടട്ടെ. കുടുംബങ്ങൾ വിശുദ്ധമായി മാറട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഓരോ മുറികളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി കോമ്പൗണ്ടിൽ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ ഭവനത്തിൽ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ ഓരോ മൺതരികളിലും വ്യാപരിക്കട്ടെ. ഇത് ശ്രവിക്കുന്ന വ്യക്തികളിൽ വന്ന് നിറയട്ടെ. അശുദ്ധിയെല്ലാം യേശുനാമത്തിൽ വിട്ടുപോട്ടെ. ഇനി ഒരിക്കലും ഈ ഭവനത്തിലേക്കോ കുടുംബാംഗങ്ങളിലേക്കോ കടന്നു വരാതിരിക്കട്ടെ. ഇവർ മാനസാന്തരത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവത്തെ ആരാധിക്കുന്നവരായി തീരട്ടെ. കർത്താവെ, കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് പരാതി പറയാതെ കിട്ടിയതിനെ ഓർത്ത് സംതൃപ്തിയോടെ ഇന്നു മുതൽ നന്ദി പറഞ്ഞ് ജീവിക്കാനുള്ള കൃപ കൊടുക്കണേ. നല്ല ഉറക്കം കൊടുക്കണമേ. ദൈവമേ, നന്ദി. പേര് പറയാൻ പറ്റാത്ത, വിട്ടുമാറാത്ത രോഗങ്ങൾ, അലർജികളെല്ലാം മാറിപ്പോകട്ടെ. അസ്വസ്ഥ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. നെറ്റിമേൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക. ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. നിർഗം മുതൽ കാൽവെള്ള വരെ തിരക്തൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഞാനൊരു അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും, അത്ഭുതങ്ങൾ നടക്കും. തീർച്ചയായും ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങൾക്ക് വഴികൾ തുറന്നു തരും. കിട്ടുന്ന അനുഭവങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് നേരത്തെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ചെയ്യണ്ട. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിലൂടെ വരുന്ന വീഡിയോകളും മെസ്സേജുകളും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയുടെ വചനങ്ങൾ, ശുശ്രൂഷകൾ ലഭിക്കുന്നതാണ്. അങ്ങനെ സുവിശേഷ വേലകളിൽ പങ്കുകാരാകാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം.